ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിനിതയാണ്. ഞങ്ങളൊരു ഉണക്കമീൻ വറക്കാൻ പോവുകയാണ് കേട്ടോ, വറുത്ത് ഇടിക്കാനേ. അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു. ചെറുള്ളി കുറച്ച് ചതച്ച്, ഒരു സവാളയും, ഒരു 10-20 ചെറുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള കേട്ടോ, കറിവേപ്പിലയും മുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിട്ടൊന്ന് വറുത്ത് പൊടിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് പച്ചമീനില്ല. പച്ചമീൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ ഇരിക്കേണ്ടത്, നാളെ വയ്ക്കാം. ഇന്നൊരു ഉണക്കമീൻ കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ അത് ആദ്യം ഞങ്ങളൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണ നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഉണക്കമീൻ വറക്കാനൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഞാൻ എല്ലാം പറയണ കൂട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാനിതിൽ വരയൊന്നും ഇട്ടിട്ടില്ല, മീനൊന്നും വരയ്ക്കാൻ. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള മീനാണ് ഇത്. മയക്കണൊരു വീഡിയോ ഞാൻ ഇടും. മയക്കാൻ വേണ്ടി അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മുട്ട പിന്നെ ഏട്ടൻ കൊണ്ടുവന്ന് ഡ്രൈയിൽ വെച്ചിരിക്കുക. എനിക്കത് കഴുകിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കുക. ഞാൻ മുട്ട കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പടി അങ്ങനെ വെക്കാറില്ല. അത് കഴുകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വൈകുന്നേരം കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കഴുകാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ തൈര് ഒഴിച്ച് വെച്ചിരിക്കണം. ഇതൊക്കെ ഉണ്ടോ ഇതാ കേട്ടോ. ഇത് നമ്മൾ പൊടിക്കാനുള്ളതായതുകൊണ്ടേ തിരിച്ചും മറിച്ചും കുറേ പ്രാവശ്യമായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നു. സോമേട്ടനൊക്കെ ഇതിങ്ങനെ മറിച്ചിടുകയും ഒക്കെ ചെയ്യുകയാണ്. എൻ്റെ കൂടെ ഉണ്ട് വീഡിയൊക്കെ എടുത്തോണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസും കൂടെ ഇതൊന്ന് മൂത്തോട്ടെ. ആ നേരത്തെ ഞാനേ മുട്ട കഴുകി റെഡിയാക്കാം. അങ്ങോട്ട് വാ. കുറേ ആളുകൾ ഇതിങ്ങനെ പറയുമ്പോൾ വിചാരിക്കും വെറുതെ പറയുക, മുട്ടയല്ലേ കഴുകണത്. ഞാനിങ്ങനെ ഓരോരുത്തരോടൊക്കെ പറയുമ്പോൾ അവർ പറയും മുട്ട കഴുകുന്നതിനൊക്കെ ഒരു അതിശയത്തിലൊക്കെ പറയാറുണ്ട്. ചില മുട്ടയിലൊക്കെ ഭയങ്കര അഴുക്കുണ്ടാവും. അപ്പോൾ എനിക്ക് എടുത്ത് വയ്ക്കുമ്പോൾ അറപ്പ് വരും. അപ്പോൾ ഇതിങ്ങനെ കഴുകിയിട്ട് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. അത് കണ്ടോ, ഈ മുട്ടയിലൊക്കെ അഴുക്ക് കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ചില മുട്ടയിലൊക്കെ ആകെ കോഴിക്കാട്ടമൊക്കെ ഉണ്ട്. ഇന്നത്തേൽ കുറവുണ്ട്. ഞാനിന്നിപ്പോൾ ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു 6 താഴെ ഒരു 6 വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ട് അടുക്കിയോണ്ട് വെക്കുക ചെയ്യുക. വേറെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓരോ സാധനങ്ങൾ ഇരിക്കണോണ്ടേ അതിൻ്റെ ബാലൻസുള്ള വെളിച്ചെണ്ണ പോരാ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതതിൽ കിടന്ന് മൊരിഞ്ഞോട്ടെ. ഇഞ്ചിയൊക്കെ ചിലവർ ഇടുന്ന കാണാം. ഞങ്ങൾ ഇഞ്ചിയൊന്നും ചേർക്കാറില്ല. വെറും ഈ ഉള്ളിയും പിന്നെ മുളകും മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. ഇഞ്ചിയൊന്നും ഇട്ടാൽ അരുചിയൊന്നും വരില്ല. ചെറിയ വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ച് വേണമെങ്കിൽ ചേർക്കാം നമുക്ക്. പിന്നെ അത് ഉണക്കമീനായതുകൊണ്ടേ ഇളക്കി കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നറിയോ. ഒരു പറ ചോറുണ്ടാകാനൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ ഇതിലിങ്ങനെ പറയണ കേൾക്കാമല്ലോ. അതേപോലെ ഉണക്കമീൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്താ അല്ലേ, അത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമല്ലേ. പക്ഷെ ഒരു പറ ചോറൊന്നും ആരും തിന്നണ്ട, നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ എല്ലാവരും ഇഷ്ടത്തോടെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഒരുപാട് പിന്നെ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് വയ്യാണ്ട് അങ്ങനെ ഇല്ല. ചുരുക്കമൊക്കെയുള്ള അങ്ങനെ കഴിക്കുക. പിന്നെ എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ്, ഇഷ്ടത്തോടെ കഴിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു ഫുഡ് കഴിഞ്ഞാൽ അടുത്തൊരു വിശക്കുമ്പോൾ അടുത്ത ഫുഡ് കഴിക്കുക എന്നല്ലാതെ വയറ് പൊട്ടുവോളം ഫുഡ് കഴിക്കുന്ന രീതി ഇവിടെ ആർക്കും തന്നെ ഇല്ല. രീതി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എത്രത്തോളം ഇഷ്ടമാണ്. നോക്കട്ടെ, നേരം നമുക്കിത് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. സോമേട്ടന് അപ്പോൾ പൊടിച്ചത് വേണ്ട, ഒരു പീസ് എടുത്ത് മാറ്റി വെക്കുക. പുള്ളി ചോറിനുമ്പോൾ ഒരു കഷ്ണം കഴിച്ചോട്ടെ. ഞാൻ ഇതിൻ്റെ വലിയൊരു മുള്ളുകൾ അങ്ങോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം അത് തൊണ്ടയ്ക്കൊക്കെ കുടുങ്ങിയാലേ ചിക്കൂനൊക്കെ കഴിക്കാൻ പാടായിരിക്കും. ചിക്കൂൻ അല്ലെങ്കിലേ മുള്ളു പേടിയാണ്. വലിയ മീനായതുകൊണ്ട് അതങ്ങോട്ട് കിട്ടും മുള്ളു.
ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഈ മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു കുറച്ച് മുളക് പൊടി കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഉള്ളിക്കൊക്കെ ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. മുളക് ഇതിന് എരിവുണ്ടാവും, പക്ഷേ ഈ മുളകൊന്ന് പിടിച്ചൊരു കളർ ഈ ഉള്ളിക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി മുളക് പൊടി കേട്ടോ, നിറം വരാൻ വേണ്ടി മാത്രം ഇടുന്നതാണേ, ഓർമ്മ വേണം. കണ്ടോ ഇപ്പം അതിൻ്റെ ഒരു കളർ മാറിയത് കണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. പൊടിച്ചത് ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു 4-5 ഞാനിവിടെ വേറെ മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ, ഇത് കണ്ടോ, അത് ഞാൻ കൈ കൊണ്ട് പൊടിച്ചിടുകയുള്ളൂ ഇത്തിരി കഷ്ണങ്ങൾ കിട്ടാൻ. ഇപ്പം ഇതിലുള്ളതൊക്കെ ചിലപ്പോൾ കുറച്ച് നന്നായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അല്ലാതൊരു കഷ്ണം കിട്ടാൻ വേണ്ടി കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കുക ചെയ്യുക കേട്ടോ. ഇത് മിക്സിയിൽ കറക്കില്ല. ഇങ്ങനെ നല്ല മൊരിഞ്ഞതായതുകൊണ്ട് ഇങ്ങോട്ട് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പൊടിഞ്ഞു വരും. നമ്മുടെ കൈ കൊണ്ടൊക്കെ അല്ലേ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായി കഴിക്കണം, ആരും മടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ. കൈ കൊണ്ടാണ് അത് പീച്ചണമെന്നൊന്നും ഓർക്കരുത്. ഇങ്ങനത്തെ പൊട്ടുപൊടികളോടൊക്കെ കിടക്കും കണ്ടോ, മറ്റേത് നമ്മൾ നല്ലോണം ചതഞ്ഞു പോയി. അപ്പം ഇങ്ങനെ കുറച്ച് പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈ കൊണ്ടൊരു 2 കഷ്ണം പൊടിച്ചിടുക കേട്ടോ. അതും കൂടെ ഇതിക്കാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു താളിപ്പും കൂടെ ഉണ്ടെങ്കിൽ മക്കളെ വേറെ ഒന്നും വേണ്ട. ഇപ്പം ഇതാണ് ഞങ്ങളുടെ കറി കേട്ടോ. ചെറുപയർ പിന്നെ ചെമ്മീനൊക്കെ വായിൽ വരുന്നത്, ഉണക്കമീൻ പൊടിച്ചത്, പരിപ്പ് കുത്തി കാച്ചത്, അങ്ങനെ മുളകൊക്കെ ഇടിച്ചിട്ട് ഉണ്ടാക്കിയൊരു കറിയാണ്. നാരങ്ങ അച്ചാറും കൂടെ ഉണ്ടാകും, ഞാൻ എടുത്തില്ല. ഇനി കഴിച്ചിട്ട് ടേസ്റ്റ് ഒന്നും ഞാൻ പറയണില്ല. അപ്പോൾ ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ കൂടുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്